ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ജനുവരി 1 അപ്പോൾ പിന്നെ എന്താ പറയുക, ഓരോ വർഷം കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും നെക്സ്റ്റ് ഇയർ നല്ലതാവട്ടെ. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് നമ്മൾ ആ ഒരു മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു വർഷം എന്തായാലും എല്ലാവരും നല്ല പ്രതീക്ഷകളൊക്കെ നടക്കട്ടെ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ജനുവരി 1 ഒരു പിന്നെ എന്താ പറയുക, നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം ഇന്ന് മാച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. മാച്ചുവിന് ഇന്നേക്ക് 15 വയസ്സായി. അപ്പോൾ 15ാമത്തെ ബർത്ത്ഡേന്ന് മാച്ചു ആഘോഷിക്കാൻ പോകുന്നത്. പക്ഷേ ബർത്ത്ഡേ ബോയിനെ നിങ്ങൾ കാണുന്നില്ലല്ലോ. മാച്ചു ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് അവൻ്റെ പ്ലേ സ്റ്റേഷനൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ അവൻ കളിച്ചുകൊണ്ടിരിക്കുക. ഇത്രയും കാലമായിട്ട് പറഞ്ഞാൽ അവൻ്റെ ആ പ്ലേ സ്റ്റേഷൻ്റെ കേബിൾ ഒളിപ്പിച്ചു വെച്ചതാണ്. ഇതിനിടയ്ക്ക് ഒരു ദിവസം എൻ്റെ ക്യാമറേൻ്റെ പിന്നെ എന്താ പറയുക ബാറ്ററി ചാർജറിൻ്റെ പിന്നെ കേബിൾ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ തപ്പി നോക്കിയപ്പോൾ നിറയെ ഈ ഒരു കേബിൾ കിട്ടി. ഞാൻ എൻ്റെ കുത്തി നോക്കി. അപ്പോൾ മാച്ചു ഇത് കണ്ടപ്പോൾ പറയും ഇതെൻ്റെ പ്ലേ സ്റ്റേഷൻ്റെ അല്ലേ. ഞാൻ അല്ല എന്ന് പറഞ്ഞിട്ട് മാച്ചു വെറുതെ എടുത്തൊന്ന് കുത്തി നോക്കി. അപ്പോൾ കറക്റ്റായി. അപ്പോൾ മാച്ചു എന്നോട് പറഞ്ഞു ഇത് നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചല്ലേ. ഒളിപ്പിച്ച് വെച്ചൊന്നല്ല, അത് പിന്നെ എന്താ പറയുക എങ്ങനെയോ അങ്ങനെ ആയിപ്പോയതാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിട്ടതാണ്. അപ്പോൾ ഏകദേശം പിന്നെ 4-5 വർഷമായി അതവിടെ കിടക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കയ്യിൽ കിട്ടിയ സമയത്ത് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അവൻ അതിൻ്റെ മുമ്പിൽ തന്നെയായിരുന്നു. അപ്പോൾ എങ്ങനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു കേബിൾ ഒളിപ്പിച്ച് വെച്ചല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് കൺട്രോൾ ചെയ്ത് കിട്ടിയതാണ്. അപ്പോൾ ഇപ്പോൾ ആദ്യം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പപ്പ പറഞ്ഞ പ്രാവശ്യം പിന്നെ എന്താ പറയുക ഈ ഒരു വെക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൺഡേസിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ അതിൻ്റെ കളിയിലാണ് മാച്ചു. ഇന്ന് മാച്ചുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് സ്പെഷ്യൽ ഫുഡാണ്, അതായത് മന്തിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് കാലത്ത് ഒരു സൈക്കിൾ റൈഡും കഴിഞ്ഞ് വന്നിട്ട് മന്തിക്കുള്ള മസാലയൊക്കെ ഇവിടെ പിന്നെ ചിക്കനിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് പിന്നെ എന്താ പറയുക പ്ലാന്റ്സിനെല്ലാം വെള്ളം നനക്കണം. അത് കഴിഞ്ഞ് വന്നിട്ട് വേണം പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി. ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ടുള്ള ഫങ്ഷനൊന്നും ഇല്ല. പിന്നെ ഞാൻ കേക്കിന് ഏൽപ്പിച്ചത് എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ്. അപ്പോൾ അവർ കേക്കും കൊണ്ടുവരും, അവരെ മക്കളെല്ലാം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ സാഗർ വന്നിട്ടുണ്ടെങ്കിൽ സാഗർ ഉണ്ടാവും. അങ്ങനെയുള്ളൂ. കഴിഞ്ഞ വർഷം അടിച്ചു പൊളിച്ചിട്ടാണ് മാച്ചുവിൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചത്. അന്നേരം എൻ്റെ കസിൻ്റെ ബ്രൈഡ് ടു ബി ആണ്. അപ്പോൾ അവളെ ബ്രൈഡ് ടു ബിയും മാച്ചുവിൻ്റെ ബർത്ത്ഡേ എല്ലാം കൂടി ഫുൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അടിച്ചു പൊളിച്ചായിരുന്നു. ഇത് നമ്മൾ ഇഷാനെത്തിയ ഇഷാൻ കേക്ക് എടുത്തു മോനെ എടുത്തു. മാസി എടുത്തിട്ട് വരുന്നുണ്ടാ. ഇതാ കേക്ക് ടേസ്റ്റി ടിപ്സ് എന്നാണ്. പിന്നെ ഞാൻ നമ്പർ മെൻഷൻ ചെയ്യാം. ഇപ്പം കേക്ക് ഇത് ഇതിനകത്താണ് ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതിൽ സെറ്റ് ചെയ്യാണ്ടത്. അമ്മായി അതെല്ലാം എടുത്തിട്ട് വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് കറക്റ്റ് ഏജിൽ കാണിച്ചു തരാം. കത്രിക നമ്മള് സാഗർ വന്നിട്ടുണ്ട് കേട്ടാ. സാഗർ വരൂലെന്ന് വിചാരിച്ചതാണ്. ഞാൻ സസ്പെൻസ് ആക്കിയതാണ്. കുറച്ച് ഹൈറ്റ് വെച്ചല്ലോ. അല്ലേ അന്നത്തേനേക്കാളും ഹൈറ്റ് വെച്ചു. ഇതെന്നാ കയ്യിലെന്നാ അറിയാം സംഭവം. അതാണ് എപ്പോ നോക്കുമ്പോ ഇവന്റെ ബർത്ത്ഡേ ആകുമ്പോഴേക്ക് ലോക്ക്ഡൌൺ. സാഗർ നമുക്ക് നല്ല മോഡല് നല്ല നീല കവറിൽ പൊതിഞ്ഞിട്ടുള്ള ഗിഫ്റ്റ് കൊണ്ടു തന്നിനി. അതെന്താന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഏതായാലും പൊളിച്ചു നോക്ക് എന്താന്ന് കാണാലോ. അല്ല സാഗോ പ്രശ്നമില്ല. ഇതെല്ലാം ബ്ലോഗ് ഇടുന്നുണ്ടാവും. ഇതെല്ലാം ബ്ലോഗിൽ വരുന്നത്. ഇതെല്ലാം ഒരു മോഡലാണ്. ഇത് കണ്ട നമുക്ക് നല്ല മോഡൽ സൂട്ട് കേസ്. ന്യൂ ഇയർ നിന്റെ ബർത്ത്ഡേ എല്ലാം ഇത് കണ്ട നല്ല മോഡൽ കപ്പ്. എന്താ പൊട്ടുന്നല്ലേ സാഗു? നീ ഇതെല്ലാം ഒപ്പിച്ചു വെച്ചിട്ടാണ് ഇന്ന് വരൂലെന്നെല്ലാം പറഞ്ഞതല്ലേ? അല്ല ഇന്ന് പോയതാണ്. അല്ല പിന്നെ മടിയെ പ്ലേറ്റ് ഉണ്ട്, പാത്രം ഉണ്ട്. എനിക്ക് ബൂസ്റ്റ് കുടിക്കാതെ സമയം നോക്കാം. Happy birthday to you. Happy birthday to you. Happy birthday Mazi. Happy birthday to you. അല്ല അയ്യോ നല്ല ടേസ്റ്റ് കേട്ടോ. എല്ലാവർക്കും കൊടുക്കേ. എല്ലാവർക്കും കൊടുക്കാം.
ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ പെറ്റ് സ്റ്റേഷനിൽ പോകാണ്. അപ്പോൾ ഞാൻ ഇന്നലെ മാച്ചുവിന് വാക്ക് കൊടുത്തത് നമുക്ക് ഇന്ന് എന്തായാലും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പോകാണ്. പക്ഷെ ഇന്നെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്ക് സമയം 2:45. അപ്പോൾ ഈ 2:45 ഇവരെ കൂടെ പോയിട്ട് ഞാൻ തിരിച്ചെത്തുമ്പോഴേക്ക് 4 മണിയാവും. അതെന്തായാലും നടക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഇവരെ കൊണ്ടുവിട്ടിട്ട് എനിക്ക് ഇങ്ങോട്ട് വരാമെന്ന്. അപ്പോൾ എന്താ പരിപാടി ഞാൻ പറഞ്ഞുതരാം. വാ മക്കളെ എല്ലാവരും കയറിക്കോ. ഓക്കെ, അപ്പോൾ എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ WGM-ന്റെ അതായത് വീൽ ഗാങ് മാട്ടൂലിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട് ജസിന്തൊക്കെ. അപ്പോൾ അത് 3:30 മണിയാകുമ്പോഴേക്ക് നമ്മളെത്തും. 4 മണിക്ക് പ്രോഗ്രാം, പക്ഷെ 3:30 മണിയാകുമ്പോഴേക്ക് നമ്മൾ മെമ്പേഴ്സിനോടെല്ലാം എത്താൻ പറയും. എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം നവംബറിൽ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു, പിന്നെ 300 കിലോമീറ്റർ ചാലഞ്ച്. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ വിന്നേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ് ഇന്ന്. എനിക്കുണ്ട് കേട്ടോ ഒരു സമ്മാനം. അപ്പോൾ ഏതായാലും വേഗം ഇവരെ കൊണ്ടുവിട്ടിട്ട് എന്നിട്ട് വന്നിട്ട് വേണം പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ജേഴ്സിയൊക്കെ ഇട്ടിട്ട് വേണം പോകാൻ വേണ്ടി. ആദ്യമായിരിക്കും ടാറ്റാ. മാക്സിമം ബാക്ക് അടിച്ചു ചോക്ലേറ്റ് വാളിൽ എല്ലാ ചേരും ഫ്രണ്ട്സ്, ഇതാ വീണ്ടും നമ്മൾ സനി ഇവിടെ. ഇന്ന് അബ്രാറിനെ കൂട്ടാണ്ട് വന്നിനല്ലേ സനി? അതിൻ്റെ അബ്രാറിനെ കൂട്ടലല്ലേ നീ? എന്തിട്ട് കൂട്ടാണെന്നേ? എവിടെ പോയി? ഇരുട്ടി ഓൻ്റെ വീട്ടിൽ പോയിന്. ആ ശരി, ഓൻ്റെ വീട് ഇവിടെ ഇരുട്ടിയിലാണ്. അങ്ങനെ ഇരുട്ടി പോയിട്ടുണ്ടെന്നാ പറയാം. എന്നാലും ഇപ്പം കൂട്ടണ്ടേ, എന്നല്ലേ പറയണ്ടേ പോണ്ട, നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന്. ഒരാൾ തീരെ ശരിയില്ല അല്ലേ സനി? ഇതിന് കൂട്ടണേ. നാളെ ഒരു റൈഡ് ഉണ്ട്, ഇതിനെന്തായാലും നീ വരൂലേ? വരാണ്ടിക്കോ? ഗ്യാങ്ങിന്റെ മറ്റൊരു അടിപൊളി പരിപാടിയാണ് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നവംബർ സൈക്ലിംഗ് ചാലഞ്ച് 2021. അപ്പോൾ നവംബർ മാസത്തിൽ ഞങ്ങളുടെ വീൽ ഗ്യാങ്ങിന്റെ അകത്ത് വെച്ച് നടത്തിയ ഒരു ചാലഞ്ചായിരുന്നു 300 കിലോമീറ്റർ ചാലഞ്ച്. മാസ്റ്റർ ഇന്നിവിടെ അനുമോദനം സ്വീകരിക്കാൻ എത്തിയിരിക്കുന്ന മുഹമ്മദ്, വരാനുള്ള പവിത്രട്ടൻ, അതുപോലെ ആശംസ അർപ്പിക്കുന്ന ശ്രീമൻ സുഹൈൽ, നന്ദി അർപ്പിക്കുന്ന ഷംസീറ, വീൽ ഗ്യാങ് കുടുംബാംഗങ്ങൾ. ഒരുപാട് എക്സസൈസുകളുണ്ട്. പല എക്സസൈസും ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറും അതുപോലെ തന്നെ FSA ട്രെയിനറുമാണ്. പക്ഷേ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ആനന്ദകരമായിട്ടുള്ള ഒരു എക്സസൈസാണ്. ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ പ്രായമുള്ളവർക്ക് വരെ ഈ സൈക്ലിംഗ് ചെയ്യാം. അതിലൂടെ നമ്മുടെ മാനസിക ഉല്ലാസങ്ങളാണ് നേടാൻ പറ്റുന്നത്. സെക്കൻഡ് പ്രൈസ് വാങ്ങുന്നതിന് വേണ്ടി ഷീദ് സുലൈമാൻ. തേർഡ് പ്രൈസ് സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സെയിൽസ് സ്റ്റാഫിനെ അടുത്തത് നമ്മുടെ വുമൻസ് കാറ്റഗറിയിൽ 1ാം സ്ഥാനം വാങ്ങിയ ഷംസീർ. എല്ലാം കഴിയുമ്പോഴേക്ക് ഇപ്പം സമയം 5:10 ആയിട്ടുണ്ട്. അവിടുന്ന് മാച്ചു ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഷാനിന് തിരിച്ചു പോകേണ്ടതാണ്. പിന്നെ അത് മാത്രമല്ല, അവർ ഏകദേശം 1 മണിക്കൂറിൻ്റെ മുകളിലായി പെറ്റ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട്. എന്നെ കാത്തു നിന്നിട്ട് ബോറടിച്ചിട്ട് എവിടെ പോയി ഇരുന്നറിയോ കുട്ടികൾ? ടർഫിൻ്റെ മുമ്പിൽ. ഞാൻ കാണിച്ചതേ. സ്റ്റാർ ഫിഷിനെ കിട്ടി. അത് ജീവനുള്ള സ്റ്റാർ ഫിഷ്. എന്തുണ്ട്
അടിപൊളിയാ കിട്ടിയിട്ടില്ല. ഓ പിടിച്ച് മാക്കോനെ പിടിച്ച് കൊറേ കളിച്ച് അടിച്ചൊളിച്ച് ലാസ്റ്റ് അതിന്റെ ഇടയ്ക്ക് അടിയാകാൻ പോയി. ആലോചിച്ച് അടിയല്ല അല്ലേ, ഇവൻ അതിനെ സ്റ്റാർഫിഷിനെ പിടിച്ച് അമർത്തി. അപ്പൊ ഫുൾ വെള്ളം പുറത്തു ഓ നിങ്ങ രണ്ടാളും ഞാൻ കരുതി ഓട്ടപ്പാരെല്ലാം വന്ന് അടിയാക്കിയതോ വിചാരിച്ചേ. ആ ഞാൻ അങ്ങനെ പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു നിങ്ങളെ ഇവിടെ ആക്കി അടിയാൻ ആയിപ്പോയിന്ന്. ഓക്കെ എന്തായാലും അടിച്ചു വിളിച്ചില്ലേ? ഇഷാൻ എന്തുണ്ട്? നാളെ പോണെന്നുള്ളത് നോക്കണം. നല്ല എന്നല്ലേ? എന്നിട്ട് അതിന്റെ പ്രൈസ് കണ്ടിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതാ ബാക്കിലും ഉണ്ട് ഫ്രണ്ടിലാകെ എന്താ സംഭവം അറിയില്ല. വുമൺ റൈഡർ വിന്നർ ഷംസീറ, കൺഗ്രാറ്റുലേഷൻ. ആരാ വന്നിരുന്ന? ഒരു ഡോക്ടർ അനൂപ് പിന്നെ തസ്ലീം. ഫ്രണ്ട്സ് അങ്ങനെ ഇതാ വീട്ടിലെത്തിയപ്പോഴാണ് നമ്മൾ ഇഷാന് പോകേണ്ട സമയമായി. കാരണം ഇഷാന് പള്ളിയുണ്ട്. അപ്പൊ പോകുന്നതിന് മുമ്പ് നമ്മളെ പിന്നെ വീൽ ഗ്യാങ് തന്ന് സമ്മാനം ഒന്ന് തുറന്നു നോക്കാൻ വിചാരിക്കുന്നത്. ലഞ്ച് ബോക്സ്. ലഞ്ച് ബോക്സ് അല്ല ബോള്. അനക്ക് സ്മൈലി ബോളും ആണ്. സ്മൈലി ബോളാ? അതാ ബോള് നിങ്ങൾക്ക് സ്ട്രെസ് കുറയ്ക്കേ. അപ്പം പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.